ഹായ് ഹലോ, അശ്വതീസ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് മൈദയൊന്നും ചേർക്കാതെ അത് മൺചട്ടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് പച്ചവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചോറും വേണം. ഇതിപ്പോൾ ഏകദേശം ഒരു തവി അല്ലെങ്കിൽ ഒരു 1.5 തവി ചോറ് കാണും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ അരി അരയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് മാറ്റാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അരി നല്ല ഫൈനായിട്ട് തന്നെ അരയണേ. തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഓട്ടട നന്നായി കിട്ടില്ല. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരയ്ക്കുക. ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ വെള്ളം നമുക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ മാവിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ട് ചൂടോടെ തന്നെ ഒഴിക്കണം. അപ്പോഴാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഓട്ടട സോഫ്റ്റ് ആവാനുള്ള ഒരു ട്രിക്കാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ഈ ചൂടുവെള്ളം ഡയറക്റ്റായി ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവുകയും അതുപോലെ തന്നെ നമ്മൾ ഓട്ടട ഉണ്ടാക്കുമ്പോൾ നല്ല പൊന്തി നല്ല ഭംഗിയിൽ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്ടടയുടെ കൺസിസ്റ്റൻസി കുറച്ച് ടൈറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കരുതേ എല്ലാവരും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് മിക്സ് ആക്കണം കേട്ടോ. നമ്മൾ പച്ചവെള്ളം പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാവ് ഭയങ്കര റഫായിപ്പോവും, ഭയങ്കര കട്ടിയായിപ്പോവും. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും എന്താ പറയേണ്ട മാവ് ഒന്നും കൂടി സോഫ്റ്റ് ആവും. നമ്മുടെ ഓട്ടട ഒന്നും കൂടെ സോഫ്റ്റ് ആവുന്നതിന് പിന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ വെളിച്ചെണ്ണ ഇനി നമ്മൾ ഓട്ടട ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓട്ടടയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ കോരി ഒഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, എന്നാലോ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഇപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടടച്ചട്ടിയിലാണ് ഓട്ടട ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ടാവണം. എന്നാലേ നമുക്ക് മാവ് കോരി ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാലേ ഓട്ടട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നമുക്കൊരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഓട്ടട റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഓട്ടടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ഫിഷ് കറീൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ടാറ്റാ.